വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖിലാമിസ് ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്ന മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോളിഡ്സിനെ പറ്റി, ലിക്വിഡ്സിനെ പറ്റി, ഗ്യാഷ്യസ് സ്റ്റേറ്റ് അല്ലെ, ഈ ഒരു സ്റ്റേറ്റുകളിലുള്ള അതിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മറ്റു കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണ് ടെമ്പറേച്ചർ കൺവേർഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ടെമ്പറേച്ചറിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. കെൽവിൻ സ്കെയിലും നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഈ ഡിഗ്രി സെൽഷ്യസിനെയും കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചറിനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ ഒരു ടെമ്പറേച്ചർ കിട്ടിയാൽ അതിനെ നമുക്ക് എങ്ങനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാം? ആൻഡ് അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു അല്ലെ, കെൽവിൻ സ്കെയിലാണ് നമുക്ക് ടെമ്പറേച്ചർ തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും? ആ ഒരു ടോപ്പിക് അല്ലെ, ആ ഒരു കൺവേർഷൻ ആണ് നമ്മൾ ഇവിടെ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാം അല്ലെ, മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്താണ്, നമ്മുടെ നിഞ്ച ബാച്ചിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നിഞ്ച ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ എന്ത് ചെയ്യുക, കൺഫേം ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അവിടെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആണ്. അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി മക്കൾക്ക് അറിയായിരിക്കും അല്ലെ. നമുക്ക് എന്താണ് ടോപ്പിക് വൈസ് അല്ലെ, ടോപ്പിക് വൈസ് എന്താണ് MCQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ചാപ്റ്ററും കഴിയുന്ന സമയത്ത് നമുക്ക് എക്സാംസ് ഉണ്ട്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ നിഞ്ചയിൽ നിഞ്ച ബാച്ചിൽ നമ്മുടെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെടുത്തും പറയാം. അഡ്മിഷൻ ഒക്കെ ക്ലോസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്യുക. അപ്പൊ നമ്മൾ തിരിച്ചു വരികയാണ് നമ്മുടെ ടോപ്പിക്കിലേക്ക്. ടെമ്പറേച്ചർ കൺവേർഷൻ ആയിരുന്നു അല്ലെ. ഇവിടെ കുഞ്ഞു ക്ലാസ് മുതൽ നമ്മൾ പഠിച്ചു വയ്ക്കുന്ന ഒരു കാര്യം ഞാൻ പറയാണ്. നമ്മുടെ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ്. നമുക്കറിയാം ഐസ് എന്ന് പറയുന്നത് മെൽറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മെൽറ്റിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ളത് 0 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് അല്ലെ. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കിയേ, അതിന് കൂടെ ചേർത്തതാ ഞാനൊരു കാര്യം കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? 273 കെൽവിൻ അല്ലെ. അതായത് ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ. അതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? കെൽവിൻ സ്കെയിലില് 273 ആണ് അല്ലെ. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ. ഈ ഒരു പോയിന്റ് പഠിച്ചു വെച്ചുകൊണ്ട് ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഡിഗ്രി സെൽഷ്യസിലുള്ളതിനെ കെൽവിൻ സ്കെയിലിലേക്ക് നമുക്ക് മാറ്റാം, കെൽവിൻ സ്കെയിലുള്ളതിനെ തിരിച്ച് നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ നോക്കിയേ, നമ്മുടെ ബോയിലിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. വാട്ടർ ബോയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ ഈ 100 ഡിഗ്രി സെൽഷ്യസ് എത്രയാണ് കെൽവിൻ സ്കെയിലിൽ ആ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഇവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ ഒരു കാര്യമാണ് അല്ലെ. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുള്ള പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? നമ്മുടെ 273 കെൽവിൻ അല്ലെ. 273 കെൽവിന് ഈക്വൽ ആണ്. എങ്ങനെയാണ് ഈ കൺവേർഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 കെൽവിൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്, നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് അല്ലെ, 100 ഡിഗ്രി സെൽഷ്യസ് എത്ര കെൽവിൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കെൽവിൻ സ്കെയിലിൽ എത്രയാണ് ആ ടെമ്പറേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്താൽ മതി? 100 പ്ലസ് 273 എഴുതാൻ മതി അല്ലെ. എവിടുന്നാണ് ഈ 273 ചെയ്യുന്നത്? 273 നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? 0 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് ഈക്വൽ ആണെന്ന് അറിയാം? 273 കെൽവിന് ഈക്വൽ ആണെന്ന് അറിയാം. സോ 100 ഡിഗ്രി സെൽഷ്യസ് കിട്ടണമെങ്കിൽ അല്ലെ നമ്മൾ എന്ത് ചെയ്യാം? ആ 100ന്റെ കൂടെ 273 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? 373 കെൽവിൻ. നമുക്ക് ആൻസർ കിട്ടിയില്ലേ. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണ്? 273 കെൽവിൻ ഈക്വൽ ആണ്. അപ്പൊ നേരത്തെ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് പഠിച്ചു വെച്ചു അല്ലെ. ആ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു വെച്ചു. അതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? 100 ഡിഗ്രി സെൽഷ്യസിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് കെൽവിൻ സ്കെയിലിലേക്ക്. അതിന് നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്തതാണ് നമ്മള് 273 ആഡ് ചെയ്തു. നമ്മൾ 273 ആഡ് ചെയ്തു കൊടുത്തു. സെറ്റ് ആണെന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ്. അതായത് നമുക്കിപ്പം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളോട് പറയാണ് 373 കെൽവിൻ
373 കെൽവിൻ ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ്, അല്ലെങ്കിൽ 373 കെൽവിനെ നമുക്ക് എങ്ങനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് എന്ത് തന്നെയാണ്? 273 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതാണ് അല്ലെ. ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 373 കെൽവിൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? യെസ്, 373 മൈനസ് 273 ചെയ്യാം. ആൻസർ എത്ര വരും? 100 ഡിഗ്രി സെൽഷ്യസ്. അതായത് 373 കെൽവിൻ ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെസ്, കെൽവിനെ നമുക്ക് കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചറിനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? യെസ്, മൈനസ് 273 അല്ലെ. 273 എന്ത് ചെയ്തു കൊടുക്കുക? മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താണ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ നമ്മൾ പഠിച്ചു വയ്ക്കുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 273 കെൽവിൻ ഈക്വൽ ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ. ഇനി ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറിനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റണമെങ്കിൽ, ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് നമുക്ക് കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 273 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നേരെ തിരിച്ച് നമ്മളോട് ചോദിക്കുന്നത്, യെസ്, നമുക്ക് കെൽവിൻ സ്കെയിലിനെ എങ്ങോട്ടേക്ക് മാറ്റണം? ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? നമ്മൾ 273 മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ പോയിന്റുകൾ മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഇതേ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പ്രോബ്ലം സോൾവ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റാൻ 273 ആഡ് ചെയ്യുക. കെൽവിൻ സ്കെയിലിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ 273 മൈനസ് ചെയ്യുക. ഈ 273 എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അല്ലെ എന്തിന് ഈക്വൽ ആണ്? 273 കെൽവിന് ഈക്വൽ ആണ്. 273.15 എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിൽ പോലും പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 273 ആയിട്ട് തന്നെയാണ്. സോ 0 ഡിഗ്രി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ദാ ഈ തന്നിട്ടുള്ള പ്രോബ്ലം ഒന്ന് മക്കൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഇതാണ്: കൺവേർട്ട് ദ ഫോളോയിങ് ടെമ്പറേച്ചർ ടു ദ സെൽഷ്യസ് സ്കെയിൽ അല്ലെ 300 കെൽവിന് ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റിയിട്ട് അത് എത്രയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ മക്കൾ കമന്റ് ചെയ്യുക. ഇതേപോലെയുള്ള ബാക്കി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.